ഹലോ കൂട്ടുകാരെ, ഇന്ന് ഡിസംബർ 21. നമ്മൾ ഇനി നമ്മുടെ ഏകജാതന വരവേൽക്കാനായി ഇനി ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുങ്ങിയോ? അല്ല, കുമ്പസാരിക്കാൻ ഇനി ആരെങ്കിലും മടി കാണിച്ച് നിൽക്കുന്നുണ്ടോ? അല്ല, എന്തിനാ നിങ്ങൾ മടിക്കണേ? ഈശോയല്ലേ നമ്മെ കേൾക്കാൻ അവിടെ ഇരിക്കുന്നത്. നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കുമ്പസാരത്തിൽ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അച്ഛൻ എന്ത് വിചാരിക്കുമെന്ന്. അതൊരു തെറ്റിദ്ധാരണ തന്നെയാട്ടോ. മനസ്സറിഞ്ഞ് മനസ്താപിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കാൻ ഈശോ തുറന്നിട്ട കരുണയുടെ കവാടമാണ് കുമ്പസാരം. ഈശോ ഫൗസ്റ്റീനയോട് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കുക, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ തേടിയെത്തുന്നവർക്കെല്ലാം ഈശോ ദൈവകരുണയുടെ കൃപകളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മുംബൈ ഓടി സിക്കമൂർ മരത്തിൽ നിന്ന് തന്നെ കാണാൻ ആഗ്രഹിച്ച സക്കേവൂസ്, 3 തവണ തള്ളിപ്പറഞ്ഞതോർത്ത് മനനൊന്ത് കരഞ്ഞ പത്രോസ്, യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് തൻ്റെ മരണ വെപ്രാളത്തെ യാചിച്ച വലതുവശത്തെ കള്ളൻ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ തിരിച്ചറിവിൻ്റെ കണ്ണുനീരൊഴുക്കിയ സാമുവേൽ, എത്ര നാളാണ് കർത്താവേ, എത്ര നാളാണ് ഇങ്ങനെ കഴിയുക എന്ന് വിലപിച്ച് പാപജീവിതം വെറുത്തുപേക്ഷിച്ച അഗസ്തീനോസ്. അതെ, ഇവരൊക്കെ തന്നെ പാപത്തെ പുറത്ത് ഇവരെ എല്ലാവരെയും സ്വർഗത്തിന് പ്രിയപ്പെട്ടവരാക്കി തീർത്തവൻ നമ്മയും വിളിക്കുന്നുണ്ട്. കുമ്പസാരക്കൂട്ടിൽ കണ്ണീരോടെ ഏറ്റുപറയുന്ന നമ്മൾ ഓരോ പാപവും ക്ഷമിക്കാനും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ അവനോടൊപ്പം ആയിരിക്കാനും നമ്മൾ അർഹതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് എല്ലാവരും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വെണ്മയുള്ള ഹൃദയമായിട്ട് വേണം ഉണ്ണീശോയെ കാണാൻ പോകാൻ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്തുമസ്.